തിലക് വർമ്മ T20 ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ്. താരം ഇപ്പോൾ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. തൻ്റെ T20 ചരിത്രത്തിലെ ആദ്യത്തെ സെഞ്ചുറിയാണ് തിലക് വർമ്മ ഇന്ന് നേടുന്നത്. ഇന്ന് നടന്ന സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള മൂന്നാമത്തെ T20യിലാണ് തിലക് വർമ്മ സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. ഈ ഒരു സീരീസിൽ സഞ്ജുവിന് പിന്നാലെ തിലക് വർമ്മയ്ക്കും സെഞ്ചുറി അടിക്കാൻ ഭാഗ്യമുണ്ട്. ഇന്ത്യൻ ടീം ഇപ്പോൾ 200 റൺസ് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ തിലക് വർമ്മയുടെ ബാറ്റിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓപ്പണിങ്ങിൽ സഞ്ജുവും അഭിഷേകുമാണെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സഞ്ജു സെക്കൻഡ് ബോളിൽ ഔട്ടായി. ഡെക്കിലാണ് സഞ്ജു പുറത്തായത്. 2 മത്സരമായിട്ടിപ്പോൾ സഞ്ജു ഡെക്കിലാണ് പുറത്താവുന്നത്. 2 സെഞ്ചുറിയും 2 ഡെക്കും. ഇതാണ് സഞ്ജുവിൻ്റെ സംഭാവന. എങ്കിലും സഞ്ജു പോയ ശേഷം കളത്തിലെത്തിയത് തിലക് വർമ്മയായിരുന്നു. സഞ്ജുവിൻ്റെ റോള് തിലക് കൃത്യമായിട്ടിന്ന് ഉപയോഗിച്ചു. തിലക് വർമ്മ സെഞ്ചുറി അടിച്ചു. അതുമാത്രമല്ല, അഭിഷേക് ശർമ്മയും മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. അഭിഷേകും തിലക് വർമ്മയുമാണ് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചത്. അഭിഷേക് 25 ബോളിൽ നിന്ന് 50 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. തിലക് വർമ്മ 52 ബോളിൽ നിന്നാണ് 100 റൺസ് എടുത്തിരിക്കുന്നത്. 6 സിക്സും 8 ഫോറും തിലകിന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞു. സൗത്ത് ആഫ്രിക്കൻ ബൗളർമാരെ തിലക് വർമ്മ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. തിലകിന്റെ ബാറ്റിംഗ് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അഭിഷേകിന് ശേഷം സൂര്യകുമാറാണ് കളത്തിലെത്തിയത്. സൂര്യന് 1 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. ഹാർദിക് പാണ്ഡ്യയ്ക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. റിങ്കു സിംഗ് വന്നതും പോയതും വേഗത്തിലായിരുന്നു. എല്ലാവരും ഔട്ടായപ്പോൾ തിലക് വർമ്മയാണ് ഇന്ത്യൻ ടീമിന്റെ നെടുന്തൂണായി മാറിയത്. തിലകിന്ന് കളിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യന്ന് കളി തോറ്റേനെ. എന്തായാലും ഇപ്പോൾ ഇന്ത്യ 200 റൺസ് കടന്നിരിക്കുകയാണ്. ഇനി ഇന്ത്യക്ക് പേടിക്കാനില്ല. ഇന്ത്യൻ ടീം ബൗളിങ്ങിൽ പിടിമുറുക്കും. ഇന്നത്തെ മത്സരം എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പരമ്പര സ്വന്തമാക്കാൻ സാധിക്കില്ല. ഇന്ന് ജയിച്ചാൽ 2-1 ഇന്ത്യക്ക് പരമ്പരയിൽ മുന്നിലെത്താം. പിന്നീട് അവസാനത്തെ ഒരു T20 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ തിലക് വർമ്മയുടെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.